ഒരിക്കൽ പോലും ഒരു സ്ത്രീയെ നേരിൽ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടാവുമോ? ജനിച്ചു വരുന്ന ഒരു പിഞ്ചു കുഞ്ഞു പോലും ആദ്യം കാണുന്നതും റെക്കഗ്നൈസ് ചെയ്യുന്നതും അവൻ്റെ അമ്മയാണ്, ജന്മം നൽകിയ അമ്മയെ, ഒരു സ്ത്രീയെ. എന്നാൽ ഇവിടെ ജനന സമയം മുതൽ മരണം നടക്കുന്ന സമയം വരെയും ആ ഒരു കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഒരു സ്ത്രീയെ നേരിൽ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയെപ്പറ്റി നമുക്കൊന്ന് നോക്കിയാലോ? യെസ്, മിഹാലിയോ ടൊളോട്ടസ്, ബോൺ ഇൻ 1856. സോ ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 1856 ജനിച്ച മിഹാലിയോ ടൊളോട്ടസ് തൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഒരു ദുരന്തത്തെ അഭിമുഖീകരിച്ചു. അതായത്, അവൻ ജനിച്ച് ഏകദേശം 4 മണിക്കൂറിനുള്ളിൽ അവൻ്റെ അമ്മ മരിച്ചു. പിതാവോ മറ്റു കുടുംബാംഗങ്ങളോ മുന്നോട്ട് വരാത്തതിനാൽ ചില പുരുഷന്മാർ ഗ്രീസിലെ ആത്തോസ് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ടൊളോട്ടസിനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അവനെ ആ ഒരു ആശ്രമത്തിൻ്റെ കവാടത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ആശ്രമത്തിൽ ഉണ്ടായിരുന്നവർ അവനെ നന്ദിയോടെ സ്വീകരിച്ചു. അത് അദ്ദേഹത്തിൻ്റെ പുതിയ ഭവനമായി മാറി. അവറ്റോൺ എന്നൊരു നിയമം ആ ഒരു മോണസ്ട്രിയിൽ നിലനിൽപ്പുണ്ടായിരുന്നു. അതായത്, സ്ത്രീകൾക്ക് ആശ്രമത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. അവിടെ സ്ത്രീകൾക്ക് വിലക്കാണ്. സ്ത്രീകൾ ആത്മീയ പ്രബുദ്ധതയിലേക്കുള്ള വഴി മാറ്റുന്നുവെന്നാണ് സന്യാസിമാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ആ ഒരു മൗണ്ടൻ അല്ലെങ്കിൽ ആ ഒരു മല ചവിട്ടുന്നതിന് തന്നെ വിലക്കായിരുന്നു. അതുപോലെ സ്ത്രീകളായിട്ടുള്ള മൃഗങ്ങൾക്കും അവിടെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അതായത് പശു, ആട് തുടങ്ങിയ വളർത്തു മൃഗങ്ങളെ പോലും നിരോധിച്ചിരുന്നു. എലിയെ വേട്ടയാടാൻ മാത്രമായിട്ട് പെൺപൂച്ചകളെ ആ ഒരു മൗണ്ടനിൽ അനുവദിച്ചിരുന്നു. മിഹാലിയോ ടൊളോട്ടസ് തൻ്റെ ജീവിതകാലം മുഴുവൻ പർവ്വതമുകളിൽ ഏകാന്തതയിൽ കഴിയുകയും ആശ്രമത്തിൻ്റെ സേവനത്തിൽ സ്വയം സമർപ്പിക്കുകയും ചെയ്തു. 1938 82-ാം വയസ്സിൽ അദ്ദേഹം മരിച്ചു, ഒരിക്കലും ഒരു സ്ത്രീയെപ്പോലും നോക്കാതെ കാണാതെ. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അപ്പോൾ എത്തുകയുള്ളൂ. താങ്ക്